കോഴിക്കോട് മണക്കടവ് റോഡിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ ആക്രിക്കട പൂർണ്ണമായും കത്തി നശിച്ചു എന്ന വിവരമാണ്. മിഥിലയുണ്ട് കോഴിക്കോട്. മിഥില ബാലൻ. മിഥില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് നമ്മളൊരു രാവിലെ തന്നെ അങ്ങനെ അങ്ങ് പറയുന്നേ ഉള്ളൂ. ഏറ്റവും സങ്കടകരമായ വാർത്തകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ആക്രിക്കടയ്ക്ക് തീപിടിച്ചപ്പോൾ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസമാകുന്നു. പക്ഷേ എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നോ? കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ? സ്മിത, ക്രിസ്റ്റീന, അത്ര ശുഭകരമായ വാർത്തയല്ലത്. മണക്കടവ് റോഡിലെ ആക്രിക്കടയ്ക്കാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 2 മണിക്കാണ് ഈ ഒരു തീപിടുത്തമുണ്ടായത്. ഈ ആക്രിക്കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 5 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. 7 ലക്ഷം രൂപയോളം ഒരു നാശം കണക്കാക്കുന്നുണ്ട്. കൂടുതൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ആളിക്കത്തൽ ഉണ്ടായത്. വെളിച്ചമെല്ലാം കണ്ട്, പൊട്ടലും വെളിച്ചമെല്ലാം കണ്ടും കേട്ടും നാട്ടുകാരാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. ആദ്യം 1 യൂണിറ്റ് ഫയർഫോഴ്സാണ് സ്ഥലത്തെത്തിയത്. പക്ഷേ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് കൂടുതൽ ഫയർഫോഴ്സ് ഇങ്ങോട്ടെത്തിയത്. ആളപായം ഉണ്ടായിട്ടില്ല, പക്ഷേ പരുക്കുണ്ട്. തൊട്ടടുത്ത ഈ ആക്രിക്കടയ്ക്ക് തൊട്ടടുത്ത് കെട്ടിടത്തിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളി ഈ തീപിടുത്തം കണ്ട് ഭയന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചാടിയ ആൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരുക്ക് പറ്റിയ ആളെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പരുക്ക് ഗുരുതരമല്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്തുതന്നെയായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാം. പക്ഷേ ഇപ്പോഴും കത്തുന്നുണ്ട്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തുണ്ട്. സ്മിത, ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്.